തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ശ്രദ്ധേയമാകുന്നു. തൃശൂരാണ് ബി.ജെ.പി ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി പ്രതീക്ഷ വന്നിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് പറയേണ്ടി വരും. ഇത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില പ്രസ്താവനകളും ട്വീറ്റുകളും ഒക്കെ തന്നെയാണ് ഇതിന് അടിസ്ഥാനപരമായി പറയുന്നത്. കാരണം തീരദേശ മേഖലയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ രാജീവ് ചന്ദ്രശേഖരന് കടന്നു കയറാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് വോട്ടുകൾക്ക് വലിയൊരു അങ്കലാപ്പുണ്ടാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബി.ജെ.പിയെ തകർക്കുവാനായി ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ ഇടതും വലതും ചെയ്തിരുന്നുവെങ്കിൽ ഇത്തവണ ആ ക്രോസ് വോട്ടിംഗിൽ ഒരു വലിയ ഷിഫ്റ്റ് സംഭവിക്കും. ഇടതുപക്ഷ ഭാഗത്തു നിന്ന് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായ വോട്ടുകൾ മറിയാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് പറയുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഇത് പറയുന്നത് സാധാരണപ്പെട്ട നേതാക്കന്മാരല്ല, മുതിർന്ന നേതാക്കൾ തന്നെയാണ് പരസ്യമായ രീതിയിൽ പറയുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്കും ഇതിൻ്റെ ഒരു ഭാഗമായി തന്നെ മാറുന്നു. ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ പിടിമുറുക്കുന്നു, മത്സരം കൂടുതൽ ശക്തമായ നിലയിലേക്ക് പോകുന്നു. ഏതായാലും ഇടതുപക്ഷം കഴിഞ്ഞ തവണയും 3-ാം സ്ഥാനത്തേക്ക് ലാൻഡ് ചെയ്ത മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം. അവിടേക്കാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കരുത്തനായ ഒരു കേന്ദ്രമന്ത്രിയെ രംഗത്തിറക്കിക്കൊണ്ട് ബി.ജെ.പി പോര് ഘടിപ്പിക്കുന്നത്. ശശി തരൂരിനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ തന്നെ ബി.ജെ.പി കളത്തിലിറക്കുമ്പോൾ ലക്ഷ്യം വ്യക്തമാണ്. 15 വർഷമായി മണ്ഡലത്തിൽ തുടരുന്ന ശശി തരൂർ കഴിഞ്ഞ 5 വർഷമായി മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊരു പൊതുജന അഭിപ്രായം ഉയരുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില അഭിപ്രായങ്ങൾ ഉയരുന്നത്. പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റ് കൈവിടുമോ എന്നൊരു വലിയ ഭയം നിൽക്കുന്നു. ഒപ്പം തന്നെ ഇടതുപക്ഷത്തു നിന്ന് ഒരു ക്രോസ് വോട്ടിംഗ് ബി.ജെ.പിക്ക് അനുകൂലമായി മാറുമോ എന്നൊരു ചിന്ത വരുന്നു. ഇത്തരത്തിൽ ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് അവരുടെ നേതാക്കൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു സാഹചര്യത്തിൽ തൃശ്ശൂരിനും മേലെ തിരുവനന്തപുരത്തിനൊരു മേൽക്കൈ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.